മഹാഭാരതത്തിൽ അർജുനനും കർണനും തമ്മിലുള്ള ശത്രുത അവരുടെ പൂർവ്വജന്മവുമായി ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാമോ? പത്മപുരാണം സൃഷ്ടിഖണ്ഡം അനുസരിച്ച് ഒരിക്കൽ രുദ്രനും ബ്രഹ്മദേവനും തമ്മിലുള്ള ഒരു വഴക്കിനൊടുവിൽ ശിവഭഗവാൻ ബ്രഹ്മാവിന്റെ ഒരു തല പിഴുതെറിഞ്ഞു. ഈ പ്രവൃത്തിയിൽ കോപാകുലനായ ബ്രഹ്മാവിന്റെ വിയർപ്പിൽ നിന്നും സ്വേദജൻ എന്ന വീരൻ ജനിച്ചു. അവൻ ശിവഭഗവാനെ ആക്രമിക്കാൻ ശ്രമിച്ചു. ശിവഭഗവാൻ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. എന്നാൽ സ്വേദജൻ ഭഗവാനെ പിന്തുടർന്നു. മഹാവിഷ്ണുവിന്റെ മുഖത്തു നിന്നും വന്ന ഹുംകാരത്താൽ സ്വേദജൻ ബോധരഹിതനായി. ശിവഭഗവാൻ തന്റെ കൈയിലെ തലയോട്ടിയിലേക്ക് നാരായണനോട് ഭിക്ഷ യാചിച്ചു. അഭ്യർത്ഥന നിറവേറ്റാൻ ഭഗവാൻ തന്റെ വലതു കൈ മുറിച്ചു നൽകി. അപ്പോൾ ഒഴുകിയ രക്തത്തിൽ നിന്നും രക്തജൻ എന്ന വീരൻ ജനിച്ചു. ഭഗവാന്റെ ആജ്ഞയാൽ രക്തജൻ ഇടത് കാൽ കൊണ്ട് ചവിട്ടി സ്വേദജനെ എഴുന്നേൽപ്പിച്ചു. തുടർന്ന് അവർ 2 വർഷത്തോളം ഘോരമായ യുദ്ധം ചെയ്തു. ഒടുവിൽ രക്തജൻ സ്വേദജനെ കീഴടക്കി. ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ സമീപിച്ച് സ്വേദജനെ രക്ഷിക്കാൻ അപേക്ഷിച്ചു. അപ്പോൾ നാരായണൻ ദ്വാപരയുഗാന്ത്യത്തിൽ സ്വേദജനും രക്തജനും മുഖാമുഖം നേരിടാനുള്ള അവസരമുണ്ടാകുമെന്നു പറഞ്ഞു. ഭഗവാൻ വിഷ്ണു സ്വേദജനെ സൂര്യദേവനെയും രക്തജനെ ഇന്ദ്രദേവനെയും ഏൽപ്പിച്ചു. ദ്വാപരയുഗാന്ത്യത്തിൽ യദുവംശകുമാരി കുന്തി ദിവ്യമന്ത്രത്തിലൂടെ സൂര്യഭഗവാനെ ആവാഹിക്കുമ്പോൾ സ്വേദജൻ കർണനായും ഇന്ദ്രനെ ആവാഹിക്കുമ്പോൾ രക്തജൻ അർജുനനായും ജനിക്കുമെന്നും അനുഗ്രഹിച്ചു. സൂര്യദേവൻ ഇത് മനസ്സോടെ സ്വീകരിച്ചു. മഹാവിഷ്ണുവിന്റെ രാമാവതാരത്തിൽ മകനായ ബാലിയെ അധർമ്മത്തിലൂടെ വധിച്ചതിനാൽ ഇന്ദ്രൻ മടിച്ചു നിന്നു. ഭഗവാൻ അർജുനന് തന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കുമെന്നു പറഞ്ഞു. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന്റെ പ്രിയപ്പെട്ട സുഹൃത്തും വഴികാട്ടിയുമായി തീർന്നു.